വലിപ്പമുള്ള എയർ വെന്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വന്നിട്ടുള്ള ഇവിടെ ഒരു മിഡ് റേഞ്ച് സ്പീക്കർ ആണ്. ഇതിന്റെ ഔട്ടർ ഇത് വന്നിട്ട് ഒരു 4 ഇഞ്ച് വരുന്നുണ്ട്. 6 ഇഞ്ച് സബ് വൂഫർ ആണ്. അതിന്റെ എക്കോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ നാളുകളായി നമ്മളൊരു ടവർ സ്പീക്കർ വാങ്ങണം അല്ലെങ്കിൽ ചെയ്തെടുക്കണം എന്നൊക്കെ നോക്കിയിട്ട് ഇരിക്കുമായിരുന്നു. എല്ലാത്തിനും 10,000-ന്റെ മുകളിലേക്കാണ് വില കാണുന്നത്. ബ്രാൻഡഡ് സാധനങ്ങൾക്കെല്ലാം പോക്കറ്റ് കീറാതെ വാങ്ങാൻ പറ്റുന്ന ഒരു ടവർ സ്പീക്കർ ഞാൻ കണ്ടെത്തി. അതിന് വില വന്നിട്ടുള്ളത് 5,000-ന്റെ ചുവടെയാണ് വില വന്നിട്ടുള്ളത്. 2 ടവർ സ്പീക്കറൊക്കെ വരുന്ന ഒരു ടവർ സ്പീക്കർ അങ്ങ് ഞാൻ വാങ്ങി. നല്ല രീതിയിലുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ അത് വാങ്ങിയത്. ഏകദേശം 150 വാട്ട്സ് ഔട്ട്പുട്ട് അവർ പറയുന്നുണ്ട്. മലയാളത്തിൽ ഇതുവരെ ആരും ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. നോർത്തിലേക്ക് ഒരുപാട് ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഞാൻ അത് അഴിച്ചൊക്കെ കാണിക്കുന്ന റിവ്യൂ ഉണ്ട്. അപ്പൊ അതൊക്കെ അഴിച്ചൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. എന്തായാലും നമുക്ക് സാധനം വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിന്റെ സെറ്റിംഗ്സ്, സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം. പ്രൊഡക്റ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിൽ കമന്റ് ആയിട്ട് എഴുതിയേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓഫർ ഗ്രൂപ്പുകളിൽ ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഓഫർ ഗ്രൂപ്പുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓഫറിൽ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അധികമൊന്നും പറഞ്ഞില്ല, ഘടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ പാഴ്സൽ നമുക്ക് പൊട്ടിച്ച് നോക്കാം. അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് 2 ബോക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓരോ ബോക്സ് നമുക്ക് മാറ്റാം. ഇതുപോലത്തെ 2 ബോക്സിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ഒരു ബോക്സ് പൊട്ടിക്കാം. റിമോട്ട് ഉണ്ട്. ആദ്യത്തെ ബോക്സിനകത്ത് ഇതേപോലെ ഈ ഒരു സെറ്റാണ് വന്നിട്ടുള്ളത്. ഇതിൽ 2 ബാറ്ററി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്യാഷ് ബാക്കിന്റെ ഒരു 100 രൂപേന്റെ. നമുക്ക് അടുത്തതും കൂടെ പൊടിച്ചു നോക്കാം. ഇതിന് മറ്റേതിന്റെ അത്ര വെയിറ്റ് ഇല്ല. ഓക്കെ, ഇങ്ങനെ 2 നമുക്ക് ഇതിന്റെ പ്ലാസ്റ്റിക് കവറിങ്ങും കൂടെ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടവർ സ്പീക്കറുകൾ വന്നിട്ടുള്ള ഇതാണ്. നമുക്കിത് വിശദമായിട്ട് ആദ്യം ഒന്ന് നോക്കാം. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്പീക്കറിന്റെ ഡയമീറ്റർ കാര്യങ്ങളെല്ലാം നോക്കാം. അതിനുശേഷം നമുക്കിതൊരു ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിന്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതിന്റെ ഹൈറ്റ് വന്നിട്ട് 53 സെന്റിമീറ്റർ ഉണ്ട് ഹൈറ്റ്. വീതി വന്നിട്ട് നമുക്ക് ഒരു 15 സെന്റിമീറ്റർ 16ന്റെ ഇടയ്ക്കാണ്. ഇനി നമുക്ക് ഇതിലെ ഓരോ ടവർ സ്പീക്കറുകൾ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഇതിന്റെ മെയിൻ യൂണിറ്റ് വന്നിട്ടുള്ളത്. ഇതിനൊരു എയർ വെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ഇഞ്ച് വലിപ്പമുള്ള എയർ വെന്റ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഇതാണ് ഇതിന്റെ റിമോട്ട് കിറ്റ്. അതില് USB ഉണ്ട്. അതേപോലെ മെമ്മറി കാർഡ് കൊടുക്കാം, ഓക്സ് ഇൻപുട്ട് കൊടുക്കാം, അത്യാവശ്യം സ്വിച്ചുകൾ കാര്യങ്ങളുണ്ട്, ഒരു വലിയ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ വന്നിട്ടുള്ള ഇവിടെ ഒരു മിഡ് റേഞ്ച് സ്പീക്കർ ആണ്. 4 ഇഞ്ച് വലിപ്പത്തിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഔട്ടർ ആണ് വന്നിട്ടുള്ള 5 ഇഞ്ചോളം വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ വന്നിട്ടുള്ളത് 4 ഇഞ്ച് സ്പീക്കർ ആണ്. അതേപോലെ ഇത് ട്യൂട്ടർ ആയിട്ട് 3 ഇഞ്ച് സ്പീക്കർ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ ഔട്ടർ ഇത് വന്നിട്ട് ഒരു 4 ഇഞ്ച് വരുന്നുണ്ട്. അതേപോലെ ഇതില് സബ് വൂഫർ നിങ്ങൾക്ക് കാണാം. സബ് വൂഫർ വന്നിട്ടുള്ളത് 6 ഇഞ്ച് സബ് വൂഫർ ആണ്. ഇതിന്റെ ഔട്ടർ ഇച്ചിരി വലുതായതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ സ്പീക്കറിലും ഈ പറഞ്ഞ പോലെ ഒരു 6 ഇഞ്ച് സബ് വൂഫർ വന്നിട്ടുണ്ട്. എയർ വെന്റ് കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ചിന്റെ സ്പീക്കർ മിഡ് റേഞ്ച്, ഒരു 3 ഇഞ്ചിന്റെ ട്യൂട്ടർ. ഇത്രയാണ് ഇതിൽ വന്നേക്കുന്നത്. കണക്റ്റിംഗ് സ്പീക്കറുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ രീതിയിലുള്ള 2 കോഡാണ്. അതുപോലെ തന്നെ മെയിൻ യൂണിറ്റിൽ സബ് വൂഫറിന്റെ മുകളിലായിട്ട് നമുക്ക് 2 മൈക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൈക്ക് 1, മൈക്ക് 2. അതിൽ തന്നെ നമുക്ക് ആ മൈക്കിന്റെ ഒക്കെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്കോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കൺട്രോള്, ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കൺട്രോള്, പിന്നെ ഒരു മാസ്റ്റർ കൺട്രോള്. ഇത് കൂടാതെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു റിമോട്ടും തന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോവാം. മെയിൻ യൂണിറ്റിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു AC കോഡ് കൊടുത്തിട്ടുണ്ട്. AC കോഡ് ഏകദേശം ഒരു 1.5 മീറ്റർ നീളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പെയർ വരുന്ന സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാൻ ഇതിൽ ഒരു കണക്ടറും ഒരു വയറും കൂടെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഇതിലൊരു ആന്റിന ഉണ്ട്. FM ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, FM കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആന്റിന ദൂരത്തേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്സിലറി ഇന്ന് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് നമ്മുടെ ടിവിന്നും അതേപോലെ സെറ്റപ്പ് ബോക്സിന്റെ ഒക്കെ ഇത് കൊടുക്കാനാണെങ്കിൽ നമുക്ക് കോഡ് ഉപയോഗിച്ചിട്ടും ഇതിൽ ഇൻപുട്ട് കൊടുക്കാം. അതേപോലെ ഈ ഔട്ട്പുട്ട് എടുക്കാനും സ്പീക്കർ ഔട്ട്പുട്ട് എടുക്കാനും ബൂഫറിന്റെ ഒരു ഔട്ട്പുട്ട് എടുക്കാനും ഇതിൽ ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ താഴെയായിട്ടാണ് ഇതിനൊരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ 2 ടവർ ബോക്സുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 കണക്ഷൻ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് അയച്ചെടുക്കാം. ഈ വയറിന് ഏകദേശം 60-65 സെന്റിമീറ്റർ നീളമുണ്ട് രണ്ടെണ്ണത്തിലും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 മീറ്റർ ഡിസ്റ്റൻസിൽ ഈ 2 ബോക്സുകളും വെക്കാൻ പറ്റും. അതുപോലെ ഈ 2 ബോക്സുകൾ തമ്മിൽ ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഈ ബോക്സിന്റെ കണക്ഷൻ സെറ്റപ്പ്. അതിനുശേഷം നമുക്ക് ഇത് AC-യിലേക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്തു. ഇതിന്റെ ഗ്രില്ലും ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്ക് ഇതിന്റെ സബ്വൂഫർ എങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് നോക്കുക. ഇതാണ് നമ്മുടെ 6 ഇഞ്ച് സബ്വൂഫർ വന്നേക്കുന്നത്. അത്യാവശ്യം പേപ്പർ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ഇതിന്റെ AC കോഡ് ഇതിൽ കൊടുത്തു. അതിനുശേഷം ഇതിന്റെ പുറകിലായിട്ടുള്ള സ്വിച്ച് ഓൺ ചെയ്യാണ്. ചെറിയൊരു ശബ്ദത്തോടെ സംഭവം ഓൺ ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ. അതുകൂടാതെ ഇതിന്റെ മാസ്റ്റർ വോളിയത്തിന്റെ ഇവിടെ ആയിട്ട് ഒരു ബ്ലൂ കളറിൽ ഒരു LED കൂടി ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തതിനു ശേഷം നോൺ കോപ്പിറൈറ്റ് ഏതെങ്കിലും പാട്ട് പ്ലേ ചെയ്യും. നിങ്ങൾ ഇയർഫോണിൽ ഇത് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഒപ്പം വന്നേക്കുന്ന റിമോട്ട് ഇതാണ്. നമുക്ക് റിമോട്ടിലേക്ക് ബാറ്ററി ഇടാം. 2 ബാറ്ററിയും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ റിമോട്ടിന്റെ ഫങ്ഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പവർ ഓഫ് ഒക്കെ ആകുന്നുണ്ട്. പവർ ഓൺ ആയി. ഇതിന്റെ മോഡ് വന്നിട്ട് ഓക്സിലറി മോഡ് ഇതാണ്. പിന്നെ എക്കോ മോഡ് ഇതാണ്. എക്കോ മോഡ് വന്നിട്ടുള്ളത്. മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കോ മോഡിലിട്ട് വർക്ക് ചെയ്യാം. ബ്ലൂടൂത്ത് FM മോഡ് നമുക്ക് തൽക്കാലം ബ്ലൂടൂത്ത് മോഡിലേക്ക് ആക്കാം. ഇതിൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ഓപ്ഷൻ ഉണ്ട്, ഈക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്യാം, നെക്സ്റ്റ് പ്രിവ്യൂ ഉണ്ട്, അതേപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, മ്യൂട്ട് സ്വിച്ച്. നമുക്ക് ഇത് ബ്ലൂടൂത്ത് ഒന്ന് പെയർ ചെയ്യാം. ഇതിൽ കാണുന്നുണ്ട് 118 BT എന്നാണ് ഇതിന്റെ പേര് കാണിക്കുന്നത്. കണക്ട് ചെയ്ത് നോക്കാം. ഹലോ കൊടുക്കാം. സംഭവം പെയർ ആയിട്ടുണ്ട്. നമുക്കിനി യൂട്യൂബിൽ പോയിട്ട് ഒരു നോൺ കോപ്പിറൈറ്റ് ഓഡിയോ പ്ലേ ചെയ്യാം. വോളിയം ഒക്കെ കൂടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കളയാം. ഇതിലൊരു ഇൻഡിക്കേഷൻ കാണുന്നുണ്ട്. അപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ ടവർ സ്പീക്കറെ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്റെ ചെറിയൊരു അഭിപ്രായം പറയാം. അത്യാവശ്യം ഈ വിലക്കുള്ള ഒരു മുതലുണ്ട്. ഈ 6 ഇഞ്ച് 2 സബ്വൂഫർ വർക്ക് ചെയ്യുന്നതായ നല്ല ഒരു ബാസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറയാത്ത ഒന്നുകൂടെ ഉണ്ട്. ഇതൊക്കെ മെറ്റലാണ്. ഇതിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ ഈ ബോർഡ് വന്നിട്ടുള്ള MDF ബോർഡ് ആണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഞാൻ ഏകദേശം ഇതേ ഒരു ടവർ സ്പീക്കർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ ആവും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ പോയാലും ഇതുപോലെ ഒന്ന് നമ്മൾ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇപ്പൊ ഒന്നും ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7 രൂപ 8 രൂപയോളം അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് പോകും. നമ്മൾ ഇവിടെ ലോക്കലി സാധനങ്ങളൊക്കെ മേടിച്ച് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് എന്തുകൊണ്ടും നമ്മുടെ ഒരു ചെറിയ വീട്ടിലേക്കൊക്കെ അത്യാവശ്യം മ്യൂസിക് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് പാട്ട് കേൾക്കാനും അതുപോലെ മിഡ് റേഞ്ച് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ നല്ലൊരു ഇഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വാങ്ങാം. മ്യൂസിക് ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഇയർഫോൺ ഇട്ട് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അതേപോലെ ഇത് സിംഗിൾ ആയിട്ടും കിട്ടും. 2500 രൂപയൊക്കെ ഇതിന്റെ ഒരു ഒറ്റ ടവറിന് വരുന്നുള്ളൂ. പ്രൊഡക്റ്റ് ലിങ്കുകളൊക്കെ
ഒക്കെ ടാഗ് ചെയ്തേക്കാം. ആവശ്യമുണ്ടെങ്കിൽ പോയി വാങ്ങാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫറിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ സാധിക്കും. ഒരുപാട് ഓഫറിലുള്ള പ്രോഡക്റ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്കിൽ നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.